Hello friends, welcome to my channel. ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കിച്ചണിൽ നോക്കിയാൽ കാണുന്ന ചെടിയാണ് കേട്ടത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്ന് പൊന്നാനിക്കാരുടെ കലത്തപ്പം അതുപോലെ അയില പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. കലത്തപ്പം ഒരു ദോശ പോലെ തന്നെയാണ്, പക്ഷെ പൊന്നാനിക്കാർ ഇതിനെ കലത്തപ്പം എന്നാണ് പറയാറ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് അരി രാത്രി തന്നെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാർത്തതിന് ശേഷം ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ഈ അരച്ചെടുത്ത മാവ് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മിക്സിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ മാവ് അരച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത് ദോശക്കല്ലിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ദോശക്കല്ല് ഇല്ലെങ്കിൽ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ആയാലും മതി. അപ്പോൾ ചൂടായ കല്ലിൽ നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സാധാ അരിദോശ ഉണ്ടാക്കുന്നത് പോലെ അതിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. രണ്ട് 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ കലത്തപ്പം റെഡി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള കലത്തപ്പവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കലത്തപ്പവും അയില പൊരിച്ചതും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ കലത്തപ്പത്തിൻ്റെ കൂടെ എരിന്ത് റോസ്റ്റ്, അതുപോലെ ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, അങ്ങനെ മുട്ട റോസ്റ്റ്, അങ്ങനെ എല്ലാ കാര്യവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അരി രാത്രി വെള്ളത്തിടാൻ മറന്നു പോയാലും കുഴപ്പമില്ല, നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. അരിപ്പൊടിയിൽ ഇതേപോലെ തന്നെ പെരുംജീരകവും ചെറിയുള്ളിയും അതേപോലെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം പാകമാക്കിയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ അരി കുതിർത്തിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കലത്തപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കലത്തപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് അയില കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്യണം. ഫിഷ് നമ്മൾ സിമ്പിളായിട്ട് കായം തേച്ചതാണ്. വെളുത്തുള്ളി, അതുപോലെ തന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരുംജീരകം, അങ്ങനെ കായം തേച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കലത്തപ്പവും ഫിഷ് ഫ്രൈയും കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഉമ്മറത്ത് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തുള്ളത് അമ്മായിയുടെ വീടാണ്. അപ്പോൾ അവിടെ ഇൻ്റർലോക്കിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് മെറ്റലൊക്കെ പരത്തിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ ഇത് അനിയനാണ്, അവന് പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കൊച്ചു മോർണിംഗ് വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.